പ്രൈസ് ദ ലോർഡ്. കാലത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ബൈബിളിൽ സൂചന കൊടുത്തിട്ടുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ പ്രവാചകനോട് ചോദിക്കുന്നു, എന്നാണ് അന്ത്യം സംഭവിക്കുക? അപ്പോൾ പ്രവാചകൻ പറയുന്നു, കാലവും കാലങ്ങളും കാലാംശവും ചെല്ലും എന്ന് പറഞ്ഞാൽ, കാലം എന്ന് പറഞ്ഞാൽ 1000 വർഷം, കാലങ്ങൾ 2000 വർഷം, കാലാംശം എന്ന് പറയുന്നത് 250 വർഷം. അപ്പം 3250 വർഷം ദാനിയേൽ പ്രവചനം മുതൽ. ദാനിയേൽ പ്രവചനം മുതൽ യേശുക്രിസ്തു വരെ 1000 വർഷവും, യേശുക്രിസ്തു മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ 2000 വർഷവും കഴിഞ്ഞിരിക്കുക. അപ്പോൾ മൊത്തം 3000 വർഷം കഴിഞ്ഞു. ഇനിയുള്ളത് കാലാംശമാണ്, അത് 250 വർഷമാണ്. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നതൊക്കെയും. ഈറ്റുന്നോവ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് മനുഷ്യന് ഈ ഭൂമിയിൽ വസിക്കാൻ തക്ക ഒരു സാഹചര്യമല്ല ഈ ഭൂമിയിലുള്ളത്. എല്ലാവിധത്തിലും പൊള്യൂട്ടഡാണ്. അതുപോലെ സുഖകരമായ ഒരു ജീവിതം മുൻപോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനിയും കഷ്ടങ്ങളുടെയൊക്കെ നാളുകളാണ് വരാൻ പോകുന്നത്. കഷ്ടിച്ച 250 വർഷം അല്ലെങ്കിൽ 200 വർഷമേ ഇനി ബാക്കിയുള്ളൂ. അന്ത്യം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കർത്താവ് പറഞ്ഞു, കാലത്തിൻ്റെ അന്ത്യത്തിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് സംശയിക്കുന്നു. അപ്പം ഈ സമയത്ത് ഈ കാണുന്നതൊക്കെയാണ് വിശ്വാസമെങ്കിൽ കർത്താവ് കള്ളം പറഞ്ഞതാണല്ലോ. കർത്താവ് ഒരിക്കലും കള്ളം പറയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാണുന്നതൊന്നുമല്ല വിശ്വാസം. വിശ്വാസം വളരെ വ്യത്യസ്തമായ ഒന്നാണ്. അതാണ് ദൈവകൃപയാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, എല്ലാ മതങ്ങളും വ്യത്യസ്തങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ രക്ഷ കിട്ടുമെന്ന് പഠിപ്പിക്കുമ്പോൾ, രക്ഷ സൗജന്യമായിട്ട് ദൈവം തരുന്നതാണെന്ന് ബൈബിൾ പറയുന്നു. കണ്ണുപൊട്ടൻ ആനയെ കണ്ടതുപോലെയാണ് ഇന്ന് മതങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നത്. ആനയുടെ കാലെ പിടിച്ചിട്ട് ആന തൂണ് പോലെയാണെന്നും, ആനയുടെ വാലെ പിടിച്ചിട്ട് ആന ചൂല് പോലെയാണെന്നും, ആനയുടെ കൊമ്പെ പിടിച്ചിട്ട് ആന കൊമ്പ് പോലെയാണെന്നും വാദിക്കുകയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചു കൊടുക്കാൻ മതങ്ങൾ തയ്യാറല്ല. ക്രിസ്തുമതം കൊമ്പെ പിടിച്ചിട്ട് പറയുകയാണ് ആന കൊമ്പ് പോലെയാണെന്ന്, അല്ലെ ഉളക്ക പോലെയാണെന്ന്. ഇത് ഹിന്ദുമതം ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം അവർ പിടിച്ചിരിക്കുന്ന കാലയല്ല, അവർ പറയുന്നു ആന തൂണ് പോലെയാണെന്ന്. ആ ഒരു കാര്യം ക്രിസ്ത്യാനികൾ ഒരിക്കലും സമ്മതിക്കുകയില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും സമ്മതിക്കുകയില്ല. മുസ്ലിങ്ങൾ പറയുന്നു ആന ചൂല് പോലെയാണ്, ആനയുടെ വാലെ പിടിച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവർക്ക് അനുഭവമില്ലാത്ത ഈ കാര്യം ഇവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മതങ്ങൾ അന്യോന്യം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നതാണ് ശരി, അവർ പറയുന്നതാണ് ശരി. ഇത് ആക്ച്വലി ഇതിൻ്റെ പുറകിൽ സാത്താനാണ്. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, സാത്താൻ്റെ പ്രവർത്തനമാണിത്. അതുകൊണ്ടാണ് ഈ മതത്തിൻ്റെ പേരിൽ തമ്മിത്തല്ലും വഴക്കും അടിയും വെട്ടും കുത്തും. കാരണം സാത്താൻ അറിയാം, ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യൻ ഒന്നും രക്ഷപ്പെടത്തില്ല. യേശുക്രിസ്തുവിന് എല്ലാവർക്കും രക്ഷ കൊടുക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് മനുഷ്യൻ്റെ മേൽ പ്രവർത്തിക്കാൻ കഴിയില്ല. സാത്താൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളിപ്പോൾ സാത്താൻ്റെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് നാം ചിന്തിക്കണം. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ നീതിയുടെ ദാസ്യത്തിനായി നമ്മളെ തന്നെ ഏൽപ്പിക്കണം. മാത്രമല്ല, ഈ ആനയെ കാണാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. ഈ ആനയെ കാണിച്ചു കൊടുക്കാൻ മനുഷ്യർക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ കുരുടരാണ്. ഞാനൊരു കാലത്ത് കുരുടനായിരുന്നു. എനിക്ക് കാഴ്ച കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കുരുടനായിരുന്നു എന്നുള്ളത്. ഇന്ന് പലർക്കും കാഴ്ചയില്ലാത്തത് കൊണ്ട് അവർക്കറിയത്തില്ല അവർ കുരുടനാണെന്നുള്ള കാര്യം. ക്രിസ്തുമതം എന്താണെന്ന് ക്രിസ്തുമതം പഠിപ്പിക്കുമ്പോൾ വചനാനുസൃതം അത് മുഴുവൻ തെറ്റാണ് അവർ പഠിപ്പിക്കുന്നത്.
നമ്മൾ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുമായി വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ക്രിസ്തു മതത്തിൽ നടക്കുന്നത്. ക്രിസ്തു മതത്തിൽ നടക്കുന്ന ഒരു കാര്യവും വേദങ്ങളിൽ എഴുതിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ക്രിസ്തു മതവും ക്രിസ്ത്യാനിറ്റിയും രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ എല്ലാ വേദങ്ങളുടെയും അടിസ്ഥാന പ്രമാണം ഒന്ന് തന്നെയാണ്. ഹിന്ദുക്കൾ പറയുന്നു ഞങ്ങൾ വേദാടിസ്ഥാനമാണ് പോകുന്നതെന്ന്. പക്ഷേ ഹിന്ദുക്കളും വേദാടിസ്ഥാനത്തിലല്ല പോകുന്നത്. സനാതനധർമ്മം വേദങ്ങളുടെ അടിസ്ഥാനമാണ്, വേദങ്ങളുടെ സാരാംശമാണ്, വേദാന്തമാണ്. സനാതനധർമ്മം എന്ന് പറയുന്നതാണ് ക്രിസ്ത്യാനികളുടെ പുതിയ നിയമം. അതുപോലെ മുസ്ലിങ്ങൾ അതിനെ ഇഞ്ചീൽ എന്ന് പറയുന്നു, പുതിയ നിയമം, പുതിയ പുസ്തകം. ഇഞ്ചീൽ എന്ന് പറഞ്ഞാൽ പുതിയ പുസ്തകം, തൗറാത്ത് എന്ന് പറഞ്ഞാൽ പഴയ പുസ്തകം. ഈ പഴയ പുസ്തകം പുതിയ പുസ്തകവും, അല്ലെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും, അല്ലെങ്കിൽ സനാതനധർമ്മവും പുരാതന ധർമ്മവും, ഇത് വളരെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്. ഇതെല്ലാം വന്നിരിക്കുന്നത് ഒരേ എൻസൈക്ലോപീഡിയയിൽ നിന്നാണ്. ഗിൽഗാമേഷ് പ്രമാണം എന്ന് പറയുന്ന പഴയ ആദിമകാലത്തെ 5000-6000 വർഷം പഴക്കമുള്ള ദൈവത്തിൻ്റെ എൻസൈക്ലോപീഡിയയായ, അതിൽ ദൈവത്തിൻ്റെ വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷയിലും വ്യത്യസ്തമായ ആംഗിളിലും എഴുതിയത് കൊണ്ടാണ് ഇതിന് വ്യത്യാസം കാണാൻ നമുക്ക് കഴിയുന്നത്. എന്നാൽ ഇതിന് ഒരു വ്യത്യാസവുമില്ല. ശരിയായിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം ഒന്നാണ്, ഇതെല്ലാം ദൈവത്തെങ്കിലേക്കുള്ള വഴിയാണ്. പക്ഷേ ഇന്ന് മതങ്ങൾ പറയുന്നതല്ല ശരിയായുള്ള വഴി. ആ ശരിയായ വഴി നമ്മൾ കണ്ടെത്തണം. വേദങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ധർമാവഹം പാപനുതം പകേശം ജ്ഞാത്വാത്മസ്തം അമൃതം വിശ്വധാമ. ധർമ്മത്തെ സ്ഥാപിക്കുന്നവനും പാപത്തെ നീക്കുന്നവനും ഹൃദയത്തിൽ വസിക്കുന്നവനും നിത്യനും ആയ ദൈവത്തെ അറിയുന്നതിലൂടെ മാത്രമേ നമുക്ക് രക്ഷ സാധ്യമാകുകയുള്ളൂ. ഇതാണ് വേദങ്ങളിൽ വേദാന്തം എന്ന് പറയുന്നത്. ഇതാണ് സനാതന ധർമ്മം. അതിലൂടെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സംശുദ്ധീകരിച്ച് ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ നന്മകളും നമുക്ക് ലഭിക്കും. ഇതുതന്നെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പിതാവാം ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. കർമ്മണാ ബന്ധിതേ ജന്തൂർ വിദ്യാത് പ്രമുച്ഛിതേ. കർമ്മങ്ങൾ കൊണ്ട് ജീവാത്മാവ് ബന്ധിക്കപ്പെടുന്നു, എന്നാൽ അറിവിലൂടെ ജീവാത്മാവ് വിടുവിപ്പിക്കപ്പെടുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു പുതിയ നിയമമാണ്. ഞാനൊരു പുതിയ നിയമം ചെയ്യുന്നു, അത് നിങ്ങൾ അറിഞ്ഞു എന്ന് പറയാൻ അത് മുമ്പുണ്ടായിരുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് മുമ്പ് ഇല്ലാതിരുന്ന ഒന്നാണ് പുതിയ നിയമം. ആ പുതിയ നിയമമാണ് ഉയർപ്പിന് ശേഷം കർത്താവ് വെളിപ്പെടുത്തി തന്ന ഞാൻ കുറഞ്ഞെന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ സ്നാനം തന്നു. ഇതാണ് പുതിയ നിയമം അല്ലെങ്കിൽ സനാതന ധർമ്മം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവിലൂടെ രക്ഷ സൗജന്യമായിട്ട് അറിവിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ അറിവ്? ഈ അറിവെന്ന് പറയുന്നതാണ് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മുടെ രക്ഷയ്ക്കായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിൽ ഒക്കെ എഴുതിയിരിക്കുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഭാഗ്യമില്ല. വളരെ സിമ്പിളാണ്. കാരണം ഇത് അത്ര ലോകജ്ഞാനികൾക്കൊന്നും ഇത് വെളിപ്പെടത്തില്ല. കാരണം ഇത് അതുപോലെ സിമ്പിളാണ്. ഞാൻ അതിശയം വിചാരിച്ചിട്ടുണ്ട്, ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ കാര്യം എന്തുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർ കുരുടന്മാരാണ്. ഞാൻ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ എത്രയോ വർഷങ്ങൾ ഞാൻ കുരുടനായിട്ട് നടന്നു. എനിക്ക് വെളിച്ചം കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുരുടന്മാർക്ക് വെളിച്ചം പ്രകാശിപ്പിക്കുന്നതിനാണ് ഞാൻ ഉത്സാഹിക്കുന്നത്. ഇന്ന് പലരും ധരിച്ചിരിക്കുന്നത് അവർ കുരുടന്മാരല്ല, അവർക്ക് കാഴ്ചയുണ്ട് എന്നുള്ളതാണ്. കർത്താവിൻ്റെ കാലത്ത് ഇത് തന്നെയാണ് കർത്താവിനോട് പറഞ്ഞത്, ഞങ്ങൾ കുരുടന്മാരല്ല, ഞങ്ങൾക്ക് കാഴ്ചയുണ്ട് എന്ന്.
കർത്താവ് പറഞ്ഞു, നിങ്ങൾ കുരുടന്മാരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പാപം നിലനിൽക്കുന്നത്. എത്ര അർത്ഥവത്തായ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് മനുഷ്യൻ മതഭേദമില്ലാതെ എല്ലാം കുരുടന്മാരാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയമാണ്. ഭ്രാന്താലയത്തിൽ ആരാ വസിക്കുന്ന? ഭ്രാന്തന്മാർ. ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഞാനിത് സമ്മതിച്ചു തന്നിട്ട് കൊടുത്തില്ല, ഞാൻ ഒരു ഭ്രാന്തനാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? ഒരിക്കലും ഞാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ സത്യ അറിവ് എനിക്ക് ലഭിച്ചു. എൻ്റെ ഭ്രാന്ത് മാറിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു ഭ്രാന്തനായിരുന്നുവെന്ന്. ഇന്ന് അനേകരെ ഭ്രാന്തിൽ കൂടെയാണ് നടക്കുന്നത്. ഭ്രാന്തന്മാരാണ് മനുഷ്യൻ. നല്ലൊരു ശതമാനം ഭ്രാന്തന്മാരാണ്. അവരെ നശിച്ചു പോകുന്നതിൻ്റെ പുറകെയാണ് അവർ നടക്കുന്നത്. നിലനിൽക്കുന്ന ഒന്നുമില്ല, ഒന്നും നിലനിൽക്കുന്നില്ല. സത്യം മാത്രമേ നിലനിൽക്കൂ. ഏതാണ് സത്യം? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശരീരം, ആത്മാവ്, ആ വെളിച്ചം, അത് മാത്രമേ, ആ സത്യ വെളിച്ചം, അത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, എനിക്കിഷ്ടമുള്ള ഉപവാസമോ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, കുരുടർക്ക് കാഴ്ച കൊടുക്കുക, ജനങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുക. ഇതാണ് എനിക്കിഷ്ടമുള്ള ഉപവാസം. അങ്ങനെ പുതിയ നിയമത്തിൽ ഈ സത്യവെളിച്ചം പകരാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. ഈ സത്യവെളിച്ചം പകരണമെങ്കിൽ ആദ്യം നമുക്ക് വെളിച്ചം ഉണ്ടാവണം. ആരെങ്കിലും മനസ്സാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു ബൈബിളും എടുത്ത് പ്രസംഗത്തിന് ഇറങ്ങരുത്. കർത്താവ് പറഞ്ഞു, എന്നിൽ നിന്ന് കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നദി ഒഴുകണമെങ്കിൽ നമ്മൾ അപ്പോസ്തലന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടിരിക്കണം. ദൈവം നിശ്ചയിക്കുന്ന അവധിയോളം, ചിലപ്പോൾ 10 കൊല്ലം, ചിലപ്പോൾ 15 കൊല്ലം. എന്നെ സംബന്ധിച്ചിടത്തോളം സുവിശേഷ പ്രസംഗത്തിനായിട്ട് ഞാൻ ഇറങ്ങിയത് 15 കൊല്ലത്തിന് ശേഷമാണ്. ഈ 15 കൊല്ലം നിരന്തരമായിട്ട് വചനം ധ്യാനിച്ചുകൊണ്ടാണ് ഞാനിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പ്രസംഗിക്കാനായിട്ട് അവസരം ദൈവം ഒരുക്കി തന്നത്. അപ്പോൾ ദൈവം നിശ്ചയിക്കുന്ന അവധിയോളം നമ്മൾ ഗൃഹവിചാരകന്മാർക്കും അധ്യക്ഷന്മാർക്കും കീഴ്പ്പെട്ടിരുന്ന് വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കണം. അത് ആത്മാവ് നമുക്ക് ഗ്രഹിപ്പിച്ചു തരും. നമ്മൾ ഈ ലോകത്തിൽ ആത്മാവിനെ പ്രാപിച്ച് നമ്മുടെ ആത്മാവ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉയർപ്പ് പ്രാപിക്കണം. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഒക്കെ അത് പറയുന്നുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ആത്മാവ് ഉയർക്കുന്നത്. എന്നാൽ മതങ്ങളത് സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഏതാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ മതങ്ങളെ വിശ്വസിക്കുമോ അതോ വചനം വിശ്വസിക്കുമോ? ദൈവം പറയുന്നു, വചനം നിൻ്റെ വായിലും സമീപേ ഇരിക്കുന്നു. നീ വചനം കേൾക്കാൻ പോകുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. കാരണം വചനം ഇന്ന് പ്രസംഗിക്കപ്പെടുന്നതെല്ലാം പോഷ്കാണ്. വചനം നിൻ്റെ വായിലും സമീപേ ഇരിക്കുന്നു. അതെടുത്ത് വായിക്കേ. നിൻ്റെ തലവണക്കിഴയിലും ഷോക്കേസിലും ടേബിളിൻ്റെ പുറത്തും ഒക്കെ വചനമുണ്ട്. ആ വചനം എടുത്ത് വെച്ച് വായിക്കേ. അറിവ് കൂടട്ടെ. ദൈവത്തിൻ്റെ അറിവാണത്. അതിലൂടെ നീ മാനസാന്തരപ്പെട്ട് നീ അതിനായി ഉത്സാഹിച്ചാൽ നിനക്ക് ആത്മാവിനെ കിട്ടും. നിൻ്റെ യൗവനത്തിലെ നിൻ്റെ സൃഷ്ടാവിനെ അറിയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം വളർച്ച പ്രാപിച്ച് രക്ഷ പ്രാപിക്കാൻ അല്പം സമയമെടുക്കും. അതുകൊണ്ടാണ് നിൻ്റെ യൗവനത്തിലെ നിൻ്റെ സൃഷ്ടാവിനെ അറിയണമെന്ന് പറയുന്നത്. നീ ഈ ലോകത്തിൻ്റെ മോഹത്തിൻ്റെ പുറകെ നടക്കാതെ ഇവിടെ കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തു സത്യകൂടാരം സ്ഥാപിച്ചു, സ്വർഗം സ്ഥാപിച്ചു. അതിവിടെ ഉണ്ട്. സ്വർഗം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ സ്വർഗം ഇവിടെയുണ്ട്. ആ സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കണം. ആ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ലോകത്തിൻ്റെ കെടുതികളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് കാർത്തികയുടെ ചങ്ങലകളെ ബന്ധിക്കാമോ, മകീരത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കാമോ എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ലോകത്തിൻ്റെ നിയമസംഹിതയാണ്. പകലാദിത്യനും രാത്രി ചന്ദ്രനും നിന്നെ ഉപദ്രവിക്കുകയില്ല. കാരണം നീ കൃപയുടെ കീഴിലാണ്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. കാരണം അത് ലോകത്തിൻ്റെ നിയമമാണ്. ആ ലോകത്തിൻ്റെ നിയമം നമ്മൾ കൃപയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ലോകത്തിൻ്റെതായ ദോഷങ്ങളിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന്
പലര് പറയുന്നുണ്ട് രാഹുവേള, ചൊവ്വാദോഷം, ഇതൊക്കെ ലോകത്തിൻ്റെ നിയമങ്ങളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നീ കൃപയിലേക്ക് പ്രവേശിക്കുക. വിശ്വാസത്താലല്ലോ നമ്മൾ ഈ കൃപയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്. ആ കൃപ എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ച സത്യകൂടാരമാണ്. നമ്മൾ സ്വർഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഇനിമേൽ പിടിക്കരുത്, രുചിക്കരുത്, നിയമത്തിന് കീഴ്പ്പെടരുത്, പെരുന്നാളുകൾ ആചരിക്കരുത്. നിങ്ങൾ ലോകക്കാരല്ല, നിങ്ങൾ സ്വർഗീയരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവപുത്രന്മാരാണ്, രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ. നമ്മുടെ ശരീരം അതിയപ്പറ്റാണ്, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് ചേരും. വിശുദ്ധ ജനമായിത്തീരുന്ന വലിയൊരു മർമ്മമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന പുതിയ നിയമം. അതൊരു മന്ത്രമാണ്. ആ മന്ത്രം ഫലിക്കും. ആ മന്ത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ സാത്താന് നമ്മളെ പഠിപ്പിക്കുന്ന ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെയും രക്ഷപ്പെടാവുന്നതാണ്. മതങ്ങളിലൂടെ സാത്താനാണ് പഠിപ്പിക്കുന്നത് നമ്മളിതൊക്കെ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുതിയ നിയമത്തിൽ നമ്മൾ ഒരിക്കൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പിന്നെ അധികപ്പറ്റാം. ഞാൻ നിങ്ങളെ പല പ്രാവശ്യം ഓർപ്പിച്ച കാര്യമുണ്ട്. പഴയ നിയമപിതാക്കന്മാരുടെ ശരീരം അധികപ്പറ്റല്ലായിരുന്നു. അവർ മരിച്ച് പാതാളത്തിലായിരുന്നു. അവരെന്തുകൊണ്ടാണ് അവരുടെ ശരീരത്തിന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തിരുന്നു ചോദിച്ചാൽ അവരുടെ ആത്മാവ് ഉയർത്തിയിട്ടില്ലായിരുന്നു. യേശു ക്രിസ്തു പാതാളത്തിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് അവരുടെ കേട്ട് വിശ്വസിച്ചവരുടെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റു, അവരുടെ ശരീരം അധികപ്പറ്റായി എന്ന് പറയുന്നത് പോലെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സുവിശേഷത്തിൻ്റെ കേൾവിയാൽ നമ്മുടെ ആത്മാവ് ജീവൻ പ്രാപിച്ച് സ്വർഗത്തിലേക്ക് കരേറും. പിന്നെ നമ്മുടെ ശരീരം അധികപ്പറ്റാ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം അധികപ്പറ്റാവും. പിന്നെ അതിനൊരു കൂദാശയും ആവശ്യമില്ല. ഇതാണ് പുതിയ നിയമം മർമ്മം. ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ്, യഹോവ അകൃത്യം കണക്കിടാതെയും ലംഘനങ്ങളെ ക്ഷമിച്ചും കിട്ടുന്നവൻ ഭാഗ്യവാൻ എന്നും പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗ്യം നമ്മളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമപിതാക്കന്മാർ എത്ര നാൾ പാതാളത്തിൽ കിടന്നെന്നറിയോ? അതേസമയം നമുക്കൊരു മിനിറ്റ് പോലും പാതാളത്തിൽ കിടക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് ചേരും. കാരണം നമ്മൾ ജീവിച്ചിരിപ്പം തന്നെ സുവിശേഷത്തെ നമ്മുടെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റു. അതേസമയം ദുഷ്ടന്മാർ ഈ ഭൂമിയിൽ നിന്ന്, അല്ലെങ്കിൽ മാനസാന്തരപ്പെടാത്തവർ, അല്ലെങ്കിൽ ആത്മാഭിഷേകം പ്രാപിക്കാത്തവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവർ നേരെ അധമ പാതാളത്തിലാണ് പോകുന്നത്. ആ ധനവാൻ കിടന്നിരുന്ന അധമ പാതാളത്തിലാണ് ഇപ്പോഴും പോകുന്നത്. ആ പാതാളം ഇപ്പോഴും ഉണ്ട്. എന്നാൽ മേൽപാതാളം ഇപ്പോൾ ഇല്ല, അത് എംറ്റിയാണ്. അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, വചനാനുസൃതമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുമോ അതോ മതങ്ങൾ പറയുന്നിടത്ത് വിശ്വസിക്കുമോ? നമുക്ക് വിശ്വസിക്കാൻ വചനങ്ങളുണ്ട്. ആ വചനങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ്. പുതിയ നിയമത്തിൽ മാനസാന്തരപ്പെട്ട് രക്ഷ കരസ്ഥമാക്കുന്നവൻ ഇസ്രായേൽ ജനമാണ്, വാഗ്ദത്ത സന്തതിയാണ്. ബാക്കി സകല മനുഷ്യരും ജാതികളാണ്, പുറജാതികളാണ്. ആ പുറജാതികളെന്ന് പറയുമ്പോൾ അവർക്ക് നരകമാണ് വിധിച്ചിരിക്കുന്നത്. അതിൽ കൂടെ കടക്കുന്നവർ അനേകരാണ്. നരകത്തിലേക്ക് പോകാനുള്ള വഴി വിശാലമാണ്, അതിൽ കൂടെ കടക്കുന്നത് അനേകരാണ്. ആ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും അതിൽ കൂടെ കടക്കുന്നവർ ചുരുക്കവും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ ചുരുക്കം ചിലരിൽ ഒന്നാകാനുള്ള ഭാഗ്യം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടും നിങ്ങൾക്ക് അതിലൂടെ കടക്കാനൊരു താല്പര്യമില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ. നിങ്ങൾ പിന്നെയും ലോകത്തിൻ്റെ വെളിച്ചം ഭൂമിയിലേക്ക് വന്നിട്ടും വെളിച്ചത്തേക്കാൾ കൂടുതൽ ഇരുളിനെ സ്നേഹിക്കുകയാണ് നിങ്ങൾ. കർത്താവ് പറഞ്ഞു, മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടെ സകലതും നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ കർത്താവ് കള്ളം പറയത്തില്ല. സകലതും കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും. ആഗ്രഹിക്കുന്നതിന് ഉപരി നമുക്ക് തരാൻ കഴിവുള്ള ഒരു ദൈവമാണ്. 600,000 പേരെ ഇസ്രായേൽ മരുഭൂമിയിലൂടെ നടത്തിയ ദൈവം. അവർക്ക് മന്ന കൊടുത്തു, അവർക്ക് മേച്ചരമായി ഇറച്ചി കൊടുത്തു. അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ സോപ്പ് തേഞ്ഞില്ല. ആ ദൈവം ഇന്നും ജീവിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇപ്പോഴ് ഈ ഭൂമിയിൽ, ഈ ദേശത്ത് എന്തും സംഭവിപ്പിക്കാൻ അവന് കഴിയും. നിങ്ങളെ ഉയർത്താനും താഴ്ത്താനും അവന് കഴിയും. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുക, അവൻ നിങ്ങളിലേക്ക് അടുത്തു വരും. സൗജന്യമായി കിട്ടുന്ന രക്ഷ നഷ്ടപ്പെടുത്തരുതേ എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളൂ. ഉത്സാഹിക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, അറിവിലൂടെ ആത്മാവിനെ പ്രാപിക്കുക, രക്ഷ കരസ്ഥമാക്കുക. ഇനിയും എത്ര കാലമുണ്ട്?
ഞാൻ എപ്പം നിൻ്റെ മേൽ വരുന്നു എന്നറിയായിയാൽ നീ ഉണർന്നിരിക്കണമെന്നാണ് പറയും. ഇന്ന് രാത്രിയിലായിരിക്കും ചിലപ്പോൾ നിൻ്റെ മേൽ വരുന്നത്. അതാണ് കാലത്തിൻ്റെ അന്ത്യം. നിൻ്റെ മേൽ എന്ന് കർത്താവ് വരുന്നോ അന്ന് ലോകാവസാനമാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം പിന്നൊരു നിമിഷമില്ല നിനക്ക്, അതോട് കഴിഞ്ഞു. പിന്നെ നീ ഉയർത്തെഴുന്നേൽക്കുകയാണ്, അല്ലെങ്കിൽ നിൻ്റെ ശരീരം രൂപാന്തരപ്പെടുകയാണ് പിന്നെ ചെയ്യുന്നത്. അതുവരെ നീ ഒന്നും അറിയുകയില്ല. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനമെന്ന് പറയുന്നത് അവൻ്റെ മരണമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എപ്പോൾ നിൻ്റെ മേൽ വരും എന്നറിയാകിയാൽ നീ ഉണർന്നിരിക്കണം. നീ ഉണർന്നാണോ ഇരിക്കുന്നത്? ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നിൻ്റെ വചനാനുസൃതം നിൻ്റെ ആത്മാവ് എവിടെ പോകും? അത് ദൈവത്തിൽ മറയുമോ? അതിന് ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളതിന് ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പിന്നെ ആത്മീയ നേതാക്കളോട് ചോദിക്കണം, എൻ്റെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റോ അച്ഛാന്ന്. അച്ഛൻ പറയില്ല, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉപദേശികൾ പറയും ഉയർത്തെഴുന്നേറ്റിട്ടില്ല, അത് പിന്നെ വരുവുള്ളൂ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം ഒരു കാലത്തും കിട്ടത്തില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവ് ഉയർക്കണം. നിങ്ങൾ വചനം പഠിക്കേ, വചനത്തിൽ നോക്കുക, അവിടെ എഴുതിയിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കാം. നിങ്ങളെയും അവനോട് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. ഇവിടെ സ്വർഗമുണ്ട്. നോഹയുടെ പെട്ടകം ഇവിടെയുണ്ട്. അതിൽ കടക്കാൻ ഇടുങ്ങിയതാണ് അതിൻ്റെ വഴി. അതിലൂടെ കടന്നാൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് കടക്കാൻ കഴിയുള്ളൂ. കാരണം അത് വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് വളരെ സിമ്പിളാണ്. കർത്താവിൻ്റെ ബുദ്ധിയെക്കുറിച്ച് ഞാൻ ചിലപ്പോൾ ഓർത്ത് നോക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇച്ചിരി പ്രയാസമുള്ള വഴിയായിരുന്നെങ്കിൽ ജനങ്ങൾ എങ്ങനെയെങ്കിലും അതിലൂടെ കടന്നേനെ. ഇതൊരു പ്രയാസവും ഇല്ലാത്തൊരു വഴിയായി പോയതുകൊണ്ട് മനുഷ്യന് അവൻ്റെ ബുദ്ധിക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് അതിനകത്തെ കാര്യം. അതുപോലെ ലളിതമാണ് ആ വഴി. എൻ്റെ ചുമട് ലഘുവും എൻ്റെ ഭാരം തീരെ കനം കുറഞ്ഞതുമാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. ആ സ്വർഗത്തിലേക്കുള്ള വഴി വളരെ ലഘുവായിപ്പോയി. അതുകൊണ്ടാണ് ഈ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഈ ലോകജ്ഞാനിയാണ്, നിനക്ക് ഒരിക്കലും അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം വളരെ സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ് സ്വർഗത്തിലേക്ക് ഉള്ള വഴി. ഞാനിങ്ങനെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ സ്വർഗത്തിലേക്കുള്ള വഴി ഇത്രയേ എളുപ്പമായിട്ടും ആരും അതിൽ കടക്കുന്നില്ലല്ലോ. കാരണം വെളിച്ചം കിട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ മനുഷ്യരുടെ പോക്ക് എങ്ങനെയാണ്, അവരുടെ പ്രവൃത്തി എങ്ങനെയാണ്, അവർ വെളിച്ചം കണ്ടവരാണോ അല്ലയോ എന്ന്. എനിവേ ഇത് വളരെ സിമ്പിളാണ്. ഈ നല്ല സമയം ഇപ്പോഴാകുന്നു, സുപ്രസാദകാലം ഇപ്പോഴാകുന്നു, രക്ഷാദിവസം. രക്ഷാദിവസം ഇപ്പോഴാണെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നീ ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? സത്യ അറിവ് നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? നിൻ്റെ ഹൃദയത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ എഴുതിയിട്ടുണ്ടോ? യഹോവയായ ദൈവം തൻ്റെ ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ആത്മാവ് ജീവൻ പ്രാപിച്ചു എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് ഉയർത്തണം. ഒരു വ്യക്തിയുടെ പ്രവർത്തനം കാണുമ്പോഴറിയാം അവൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം എഴുതി ചേർത്തിട്ടുണ്ടോ. ഇന്ന് ഈ കാണുന്ന മനുഷ്യനെയൊക്കെ കാണും, അവൻ്റെ പ്രവൃത്തി കാണുമ്പോഴറിയാം അവന് സത്യപ്രകാശം ലഭിച്ചവനാണോ. നമുക്കറിയാം മാരാമൻ കൺവെൻഷൻ നടക്കുമ്പോൾ 10,000-കണക്കിന് ആൾക്കാർ വേദികളിലും മുമ്പിലുമായിട്ടിരിക്കുന്നത്. അച്ഛന്മാരുണ്ട്, മെത്രാന്മാരുണ്ട്, തിരുമേനിമാരുണ്ട്. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, അതിൽ ഒരെണ്ണം പോലും രക്ഷപ്പെടത്തില്ല. കാരണം ഒരുത്തനും ആത്മാവ് പ്രാപിച്ചവനല്ല. പ്രാപിച്ചവരായിരുന്നെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോയിരിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, എന്നിൽ നിന്ന് കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകുമെന്ന് പറയുമ്പോൾ ഞാൻ നാളെ ഒരു 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 സുവിശേഷ പ്രസംഗത്തിൻ്റെ മുമ്പിൽ പോയിരുന്നാൽ ഞാൻ ആരാ? ഞാൻ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സുവിശേഷം കേൾക്കുന്നവനല്ല, പ്രസംഗിക്കുന്നവനാ. എൻ്റെ ഉള്ളിൽ നിന്ന് സുവിശേഷം പമ്പാ നദി പോലെ ഒഴുകേണ്ടതാണ്. കാരണം ആത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. പമ്പാ നദി ഒഴുകുന്ന പോലെ ഒഴുകും. അല്ലാതെ ഓരോ വേദപുസ്തകത്തിൽ നിന്ന് ഓരോ വചനം എടുത്തിട്ട് അത് കൂട്ടി കാനാവിലെ കല്യാണവും കൂരടന് കാഴ്ച ലഭിച്ചതും ഇതൊന്നും അല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്ന ഒരു മന്ത്രമാണ്. അത് നിന്റെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ എഴുതി കഴിഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും.
നിന്റെ ആത്മാവിൻ്റെ ജീവൻ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ ലയിക്കും. നീ രാജകീയ പുരോഹിത വർഗമാകും. നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും. നിനക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ഇതാണ് സുവിശേഷം. അപ്പം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾക്കൊരു നല്ല മാനസാന്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സത്യത്തെ അറിയാനായിട്ട് ശ്രമിക്കും. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. ഒരാത്മാവെങ്കിലും രക്ഷപ്പെട്ടാൽ അത് ഈ ഭൂമിയോളം വലുപ്പമാണ്. ഇത്രയും സിമ്പിളായിട്ടും, രക്ഷ ഇത്രയ്ക്ക് സിമ്പിളായിട്ടും ഒരു മനുഷ്യനും പ്രാപിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ക്രൂരതയാണ്, ലോകമോഹങ്ങളോടുള്ള അവൻ്റെ അടങ്ങാത്ത ദാഹം, പാപം ചെയ്യാനുള്ള വ്യഗ്രത, ജഡത്തിൻ്റെ മോഹങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം, ഇതൊക്കെ വിട്ടുപിരിയാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് നിനക്കൊരു നാളും രക്ഷ കിട്ടത്തില്ല. ഒരു വലിയ മഹത്വമുള്ള പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് സൗജന്യമായിട്ട് കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എത്ര കഷ്ടമാണ്. ഒന്ന് ഉത്സാഹിക്കാൻ നിങ്ങൾക്ക് എന്താ കഴിയാത്തത്? തികച്ചും നശ്വരമായ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഉൾപ്പെട്ട് അലഞ്ഞു തിരിയുക മനുഷ്യൻ. ഇതൊക്കെ നശിച്ചു പോകുന്നതാണ്. നശിക്കാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ എഴുതി കിട്ടുന്ന ജ്ഞാനം. അത് മാത്രം നശിക്കത്തില്ല. അതാണ് സത്യം. ആ സത്യം മാത്രം നശിക്കത്തില്ല. അതാണ് ആത്മാവ്. അത് മാത്രം നശിക്കത്തില്ല. ബാക്കി മുഴുവൻ നശിച്ചു പോകും. ഈ കാണുന്ന ഒന്നും നിലനിൽക്കത്തില്ല. അപ്പോൾ രക്ഷ സൗജന്യമായിട്ടാണ്, പ്രവൃത്തിയാലൊന്നുമല്ല. പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളിൽ നിറവേറുന്ന ഒന്നാണ്. പഴയ നിയമം മുഴുവൻ നമ്മളിൽ നിറവേറ്റപ്പെടണം. അത് പുതിയ നിയമത്തിലൂടെയാണ് പഴയ നിയമം നിറവേറ്റി നമ്മൾ രക്ഷയിലേക്ക് കടക്കുന്നത്. ഇതിൽ കൂടുതലൊക്കെ നിങ്ങളോട് എന്ത് പറയാനാ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവർക്കും രക്ഷ സൗജന്യമായി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.